നോ ലോജിക് ഓൺലി മാഡ്നെസ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ തുടക്കം മുതൽ ഒടുക്കം വരെ പൂർണ്ണമായും തെറ്റായി നിർമ്മിച്ച ഒരു സിനിമയാണ് ഇത്. ലോജിക് ഇല്ല എന്ന് പറഞ്ഞതുപോലെ കഥയും ഇല്ല എന്ന് തുറന്നു പറയാനുള്ള മര്യാദയെങ്കിലും കാണിക്കണമായിരുന്നു. ഒരുപാട് റെഫറൻസുകളും സ്പൂഫുകളും അവശേഷിപ്പില്ലാതെ ചേർത്ത് സിനിമ കാണാൻ വന്ന ആളുകളെ മുഴുവൻ നിരാശപ്പെട്ടിട്ടുണ്ട്. അജിത്തിന്റെ ഗുഡ് ബാഡ് അഗ്ലി പോലെ ഒരു സിനിമയാണ് ഉദ്ദേശിച്ചത് എന്ന് തോന്നുന്നു. ആശയം നല്ലതായിരുന്നു, പക്ഷേ നടന്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയി. അജിത്തിന് ഈ തരത്തുള്ള കഥാശങ്ങൾ എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ഞങ്ങളുടെ നാട്ടിൽ ഒരു സൊല്ലുണ്ട്, ആനവ പൊളിക്കുന്ന പോലെ അണ്ണാൻവ പൊളിക്കാൻ കഴിയില്ല. ദിലീപ് തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ മികച്ച ഊർജ്ജത്തിലാണ് അഭിനയിച്ചത്. അത് അംഗീകരിക്കാതെ പോകാൻ കഴിയില്ല. പക്ഷേ ഇത്രയും നല്ല പ്രകടനം ഇതുപോലെ ഒരു സിനിമയിൽ പാരായി പോയത് സങ്കടകരമായ കാര്യമാണ്. ഫസ്റ്റ് ഹാഫോ സെക്കൻഡ് ഹാഫോ ഏതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഏത് ഭാഗമാണ് കൂടുതൽ മോശമെന്ന് തീരുമാനിക്കാനാണ് ബുദ്ധിമുട്ട്. ഇമോഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്ലാഷ് ബാക്ക് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവരെ കണ്ടതൊന്നും പോരാഞ്ചതുപോലെ ഇനി ഫ്ലാഷ് ബാക്ക് കൂടി വേണോ എന്ന് തോന്നിപ്പോയി. ഒന്നും തന്നെ കണക്റ്റായില്ല. ധ്യാനും വിനീതും തമ്മിലുള്ള ഒരു സീൻ മാത്രം ശ്രദ്ധേയമായിരുന്നു. വിനീത്തിന്റെ കാര്യസ്ഥാപന തുടക്കത്തിൽ ഒരു പശ്ചാത്തല സംഗീതം നൽകിയിട്ടുണ്ട്, പക്ഷേ ആ പശ്ചാത്തല സംഗീതം മികച്ചതായി തോന്നിയില്ല. മോഹൻലാൽ എത്തുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായി, ഇനിയെങ്കിലും കുറച്ചു നല്ല രംഗങ്ങൾ കാണാമെന്ന്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. മുണ്ടുപരിക്കലെ ഡാൻസ് എന്നിവ മാത്രമാണ് കാണാൻ കഴിഞ്ഞത്. അതെല്ലാം പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള ഒരു ശ്രമമായി മാത്രമേ തോന്നിയുള്ളൂ. ഈ അടുത്ത കാലത്ത് മലയാള സിനിമകളിൽ കാണുന്ന ഒരു ട്രെൻഡ് ഇവിടെയും ആവർത്തിച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിലേക്കുള്ള തുടർച്ചയ്ക്കുള്ള സൂചന. മൊത്തത്തിൽ പറഞ്ഞാൽ സ്പൂഫ് സിനിമകൾ ഉച്ചത്തിലുള്ള അവതരണത്തിൽ കണ്ട് ആസ്വദിക്കുന്നവർക്ക് ഇത് ഒരുപക്ഷെ ഇഷ്ടപ്പെടാം. അല്ലാത്തവർക്ക് ഈ സിനിമ സ്കിപ്പ് ചെയ്യുന്നതാണ് നല്ലത്.